അത് സെൻട്രലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പി അടിച്ചു കഴിഞ്ഞാൽ സെൻട്രലിൽ പോകും. ഇപ്പോൾ ഞാനൊരു A4 ഡോക്യുമെന്റ് എടുത്തു. ഇവിടെ A4 മാറ്റി ചെറിയൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഈ സർക്കിള് ഈ A4 ഡോക്യുമെന്റിന്റെ സെൻട്രലിൽ വരാൻ നമുക്കറിയാം. പി അടിച്ചു കഴിഞ്ഞാൽ സെൻട്രലിൽ വരും. എനിക്ക് A4 ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ട് വരണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? നീക്ക് ഇങ്ങനെ വെക്കും. ടോപ്പിന് വരാൻ പറഞ്ഞാൽ ഇങ്ങനെ വെക്കും അല്ലേ? ഈ കോർണറിൽ ഓരോ കോർണറും കറക്റ്റ് പെട്ടെന്ന് പൊസിഷൻ ചെയ്യണം നമുക്ക്. അതിനാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അതിനെന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ A4 അനുസരിച്ച് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്യണ പോലെ അതിന് വേണ്ടി ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യും? സ്ക്വയർ ബോക്സ് എടുത്ത് ഇതെങ്ങനെ കറക്റ്റായിട്ട് A4 അനുസരിച്ച് ഇങ്ങനെ വരയ്ക്കും. ആ വരക്കണതിനേക്കാളും ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിന്റെ അതേ അളവിന് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ആ ബോക്സിന്റെ ആ ടൂൾ ബോക്സിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് സൈസ് എന്താണോ അതേ അളവിൽ ഒരു ബോക്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഞാൻ ഒരു കളർ കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടാ. എന്താണ് A4 അളവ്, അതേ അളവിലേക്ക് ഒരു ബോക്സ് ക്രിയേറ്റ് ആയി. ഇനി ഈ റെഡിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ആ ബോക്സിനെ സെലക്ട് ചെയ്തു. ആദ്യം ഈ സർക്കിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ആ ഗ്രീൻ ബോക്സ് സെലക്ട് ചെയ്തു. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് ശ്രദ്ധിക്കുക കേട്ടാ. എല് എന്നുള്ള കീ അടിച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് സെലക്ട് ചെയ്ത ശേഷം എല്ലിന്ന് കീ അടിച്ചു കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ആ സർക്കിൾ പോയി നിന്നു. 6 അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ്, ടി അടിച്ചു കഴിഞ്ഞാൽ ടോപ്പ്, ആ റൈറ്റ് സൈഡിൽ നിന്ന് ടോപ്പിൽ പോയി. എനിക്ക് ബോട്ടം വരണം പറഞ്ഞു കഴിഞ്ഞാൽ ബി അടിച്ച ബോട്ടം. എനിക്ക് ഇവിടെ ഈ ഇതിന്റെ സെൻട്രൽ വരണം, അതായത് ബോട്ടം സെൻറ്റർ ബോക്സിൽ വരണം പറഞ്ഞു കഴിഞ്ഞാൽ സി അടിക്കുക, സെൻറ്റർ. എനിക്ക് ടോപ്പ് സെൻറ്റർ പോകുമ്പോൾ എന്ത് ചെയ്യുക? ടി അടിച്ചാൽ മതി. ലെഫ്റ്റിൽ പോകണം പറഞ്ഞു കഴിഞ്ഞാൽ എൽ അടിക്കുക. എനിക്ക് ബോട്ടം റൈറ്റ് കോർണറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബി അടിച്ചിട്ട് ആർ അടിക്കുക. എനിക്ക് ഇതിന്റെ സെൻറ്ററിൽ വരണം, വെർട്ടിക്കൽ സെൻറ്ററിൽ വരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്നുള്ള എലിഫന്റ് ഇ എന്നുള്ള ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സെൻറ്റർ. ഇനി സി അടിച്ചു കഴിഞ്ഞാൽ മൊത്തം സെൻട്രൽ വന്നു. എവിടെയും കണ്ടിട്ടുണ്ടോ ഈ കളറ്? ബംഗ്ലാദേശ് കൊടിയുടെ കളറാണ്. ഇപ്പൊ ഏത് കൊടിയുടെ കളറായി? നിങ്ങൾക്ക് ഈ കൊടി കണ്ടിട്ടില്ല? നിങ്ങൾ ഇന്ത്യ കൊടി മാത്രമേ കാണുള്ളൂ അല്ലേ? ഒളിമ്പിക്സ് ഒന്നും കാണില്ലല്ലേ നിങ്ങള്? ജപ്പാന് ഹിസ്റ്ററി ഒക്കെ പഠിച്ച ആൾക്കാരാണ് കുറച്ച് പേര് കേട്ടിട്ടുണ്ടാല്. ആരൊക്കെ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഇന്ത്യ എന്റെ രാജ്യമാണ്, ഞാൻ ഇന്ത്യനെ കുറിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ, അതൊക്കെയാണ് ശപഥം ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അലൈൻമെന്റിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തതിന് ഷേപ്പിനെ കട്ട് ചെയ്യണത്. നിങ്ങൾ മറ്റേ എറൈസറിലൊക്കെ കട്ട് ചെയ്യണമെന്ന് നോക്കി ഇതില്. അതല്ലാതെ കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഒരു ടൂൾ ഉണ്ട്. ടൂളല്ല, ഒരു മെത്തേഡ്. നമ്മൾ ഫോട്ടോഷോപ്പിലാകുമ്പോൾ പാത്ത് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തു, മുകളിൽ പോയിട്ട് സബ്ട്രാക്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അപ്പൊ ഈ സർക്കിള്, എനിക്ക് സർക്കിളിന്റെ പകുതി വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവിടെ അറിയാം. അവിടെ പോയിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ സർക്കിൾ ഇങ്ങനെ പകുതി കിട്ടും. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇമേജിന് കട്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മെത്തേഡ് ഉണ്ട്. രണ്ട് ഒബ്ജക്റ്റിനെയും, രണ്ടോ രണ്ടിൽ കൂടുതലോ ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഐക്കൺസ് വരും. 1 2 3 4 5 6 7 ഐക്കൺസ് ഉണ്ടാവും. ഓക്കെ, ഈ ഐക്കൺസ് കൊണ്ടുപോയാൽ തന്നെ ഓരോന്ന് എഴുതി വരുന്നുണ്ടായിരുന്നു. വെൽഡ്, ട്രിം,
ഇന്റർസെക്റ്റ്, സിംപ്ലിഫൈ, ഫ്രണ്ട് മൈനസ് ബാക്ക്, ബാക്ക് മൈനസ് ഫ്രണ്ട്, ക്രിയേറ്റ് ബൗണ്ടറി. ഓക്കെ, വെറുതെ ഇല്ല, അതിന് കാര്യമുണ്ട്. ഇപ്പം ഞാൻ രണ്ട് സെലക്ട് ചെയ്ത് ഫസ്റ്റത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൽഡ്, എന്താ വെൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, രണ്ട് ഷേപ്പും കൂടി വെൽഡായി. രണ്ടാമത്തെ ഞാൻ സെലക്ട് ചെയ്തു, രണ്ടാമത്തേല് ട്രിമ്മ് ക്ലിക്ക് ചെയ്തു, എന്തെങ്കിലും മാറ്റം വന്നാ സെലക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. എന്താ കാരണം പറഞ്ഞാൽ ഈ റെഡ് ആ ഗ്രീനിനെ കട്ട് ചെയ്തു, അതാണ് ട്രിമ്മ്. മൂന്നാമത്തത് വന്നിട്ട് ഇന്റർസെക്റ്റ് ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ എവിടെ പോയി, നടുക്ക വന്നു. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഭാഗം സെലക്ട് ചെയ്ത ഭാഗമല്ലേ, അത് പുതിയൊരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്തു, അതാണ് ഇന്റർസെക്റ്റ്. അടുത്തത് സിംപ്ലിഫൈ. സിംപ്ലിഫൈ പറഞ്ഞ് നിങ്ങൾക്ക് കാണുമ്പോൾ ട്രിമ്മ് പോലെ തന്നെ ഉണ്ടാവും. സിംപ്ലിഫൈ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനാണ്, ഒന്നിലല്ല രണ്ടിൽ കൂടുതൽ. ഇപ്പൊ ഞാൻ ഇതിനെ ഒരു ബ്ലൂ കളർ കൊടുത്തു, ഞാൻ ട്രിമ്മാണ് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ട്രിമ്മിന് പകരം സിംപ്ലിഫൈ കൊടുത്തു, എന്തായി, രണ്ടിനെയും കട്ട് ചെയ്തു. ഏറ്റവും ടോപ്പിലുള്ള ലെയർ എന്താണോ അത് താഴെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കട്ട് ചെയ്യും, അതാണ് സിംപ്ലിഫൈ. അടുത്തത് എന്താണ്, ഫ്രണ്ട് മൈനസ് ബാക്ക്. ഇത് ഫ്രണ്ടിലുള്ളത് റെഡും ബാക്കിലുള്ളത് ഗ്രീനും. ക്ലിക്ക് ചെയ്തു, ബാക്കിലുള്ള ഗ്രീന് ഫ്രണ്ട്, അതായത് റെഡിനെ കട്ടാക്കിയിട്ട് ഗ്രീന് സ്വയം ആത്മഹത്യ ചെയ്തു, കാണാനില്ല അല്ലേ. ഇനി അടുത്ത എന്താണ്, നേരെ ഓപ്പോസിറ്റ്, ആ റെഡ് ഓടിപ്പോയി. അടുത്തത് എന്തായി, ലാസ്റ്റ് ബൗണ്ടറി, ക്രിയേറ്റ് ബൗണ്ടറി. എന്തൊക്കെ ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം കൂടി ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് കണ്ടോ, അത് രണ്ടും കൂടി കണക്ട് ആയത് നിങ്ങൾക്ക് തോന്നും വെൽഡ് ആണെന്ന് തോന്നും, വെൽഡ് അല്ല. ഞാൻ ഇതിൽ കൂടുതൽ ഒരുപാട് ഒബ്ജക്റ്റിനെ ഇട്ടു, ഒബ്ജക്റ്റ് ഇട്ടു, എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ക്രിയേറ്റ് ബൗണ്ടറി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിന് ഒരു ബൗണ്ടറി കിട്ടും. ഓക്കെ, ഇതാണ് ഈ മൂന്ന്. ഇത് കട്ട് ചെയ്യാനുള്ള കോൾഡ്രോയിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ കോൾഡ്രോ മനസ്സിലാക്കാനേ പാടായിരിക്കും. അതാണ് ഈ പറഞ്ഞ സംഭവം. ഇത് അറിയാൻ മാത്രമല്ല എവിടെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് ഒരു വർക്ക് വരികയാണ്, ഒരു ലോഗോ വർക്ക് വരികയാണ്, ഇത് എന്ത് കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. ഇനി നിങ്ങൾക്ക് കോൾഡ്രോയിലുള്ള പ്രാക്ടീസ് ലോഗോ ആയിരിക്കും. ലോഗോ പറഞ്ഞാൽ ആൾറെഡി ഉള്ള ലോഗോ എങ്ങനെ വരച്ചെടുക്കുക കോൾഡ്രോയില്. അപ്പൊ അതിന് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.